തൊഴിലാളി പോരാട്ടത്തിന്റെ ജ്വലിക്കുന്നയേടായ സേലം ജയിൽ വെടിവെപ്പിന് ഇന്ന് 75 വയസ്സ് തികയുകയാണ്. കാവുമ്പായി സമരവും അതിനു പിന്നാലെ നടന്ന സേലം വെടിവെപ്പും ചരിത്രത്തിൽ മായാതെ നിൽക്കുന്നു. 1950 ഫെബ്രുവരി 11 ഈ വെടിവെപ്പുണ്ടായത്. കാലത്തിന്റെ ചുവരിൽ ചോര കൊണ്ടെഴുതിയ ചരിത്രമാണ് സേലം ജയിൽ വെടിവയ്പ്. 1946 ഡിസംബർ 30 കണ്ണൂരിലെ കാവുമ്പായി കർഷക സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ 5 കർഷകർ കൊല്ലപ്പെട്ടു. തടവുകാരായി പിടിച്ച കർഷകരെ കണ്ണൂർ, വിയ്യൂർ ജയിലുകളിലാക്കി. ഇവിടെ നിന്ന് 200ഓളം പേരെ സേലം ജയിലിലേക്ക് മാറ്റി. മർദ്ദനത്തിന് പേരുകേട്ട ജയിലായിരുന്നു അന്ന് സേലം ജയിൽ. ഡേഞ്ചർ കമ്മ്യൂണിസ്റ്റ് എന്ന ബോർഡ് ഇവരെ പാർപ്പിച്ചിരുന്ന സെല്ലുകൾക്ക് മുന്നിൽ സ്ഥാപിച്ചു. ജയിലിലെ മനുഷ്യദ്രോഹ നടപടികൾക്കെതിരെ സമരം പൊട്ടിപ്പുറപ്പെട്ടു. പോലീസും തടവുകാരും തമ്മിൽ ഏറ്റുമുട്ടി. 2 തടവുകാരെ പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തി. ഇതിന് പിന്നാലെ കുട്ട വെടിവെപ്പ്. 22 പേർ മരിച്ചു വീണു. കാവുമ്പായി സമരത്തിൽ അറസ്റ്റിലായ OP അനന്തൻ മാസ്റ്ററും തളിയൻ രാമൻ നമ്പ്യാരും വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. രാജ്യത്തെ തൊഴിലാളി പോരാട്ടത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മയാണ് സേലം ജയിൽ വെടിവെപ്പ്. റിസർച്ച് ഡെസ്ക് 24.